എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെട്ടിട നികുതി എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ വീട്ടുകരം എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് വളരെ ഈസിയായി പെട്ടെന്ന് അടയ്ക്കാമെന്നാണ് നോക്കുന്നത്. സിസ്റ്റം ഉപയോഗിച്ച് അടയ്ക്കുന്നതും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ബിൽഡിംഗ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെയും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം K-Smart എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാതെ ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ അടയ്ക്കാമെന്നാണ് നോക്കുന്നത്. സൈറ്റിൽ പ്രവേശിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സർവീസിൽ പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വീണ്ടും പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ലിങ്കും കാണാം. അത് പിന്നീട് നമുക്ക് നോക്കാം. തുടർന്ന് വരുന്ന പേജിൽ സ്മാർട്ട് സെർച്ച് എന്നും അഡ്വാൻസ്ഡ് സെർച്ച് എന്നും രണ്ട് ലിങ്കുകൾ കാണാം. ഇതിൽ നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ചാണ് ഉപയോഗിക്കേണ്ടത്. സ്മാർട്ട് സെർച്ച് ബിൽഡിംഗ് ഐഡിയും ആധാർ നമ്പരും ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടുന്നതാണ്. ലിങ്ക് ചെയ്തവർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളുടെ അഡ്വാൻസ്ഡ് സെർച്ച് എടുത്തതിന് ശേഷം നമ്മളുടെ ജില്ല ആദ്യം തിരഞ്ഞെടുക്കണം. അതിനുശേഷം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് ഇതിലേതാണോ നിങ്ങളുടേത് അത് തിരഞ്ഞെടുക്കണം. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ലോക്കൽ ബോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഗ്രാമപഞ്ചായത്തെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അവിടെ നിന്നും തിരഞ്ഞെടുക്കണം. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാൽ കോർപ്പറേഷൻ തന്നെയാണ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വാർഡ് ഇയർ എന്നുള്ളത് ഓട്ടോമാറ്റിക് 2013 ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷമാണ് കൊടുക്കേണ്ടുന്നത്. അതല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഏതാണോ ഇപ്പോൾ നിങ്ങളുടെ വാർഡ് അത് അവിടെ നമ്പർ സഹിതം ഉണ്ട്. നമ്പർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് അവിടെ വാർഡ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് ഡോർ നമ്പർ, സബ് നമ്പർ എന്ന് കാണാം. വീട്ട് നമ്പറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ടിൻ ഷീറ്റിലോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ ഒക്കെ ഉണ്ടാകും. കൂടാതെ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് നോട്ടീസായിട്ട് വീട്ടിൽ അയച്ചു തന്നിട്ടും ഉണ്ടാകും. അതിലൊക്കെ ഈ ഹൗസ് നമ്പർ അല്ലെങ്കിൽ ഡോർ നമ്പർ ഉണ്ടാകും. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്ലാഷോ ഹൈഫനോ കൊടുത്തതിന് ശേഷം നമ്പർ അക്ഷരമോ നമ്പരോ ഉണ്ടെങ്കിൽ മാത്രം സബ് നമ്പർ കൊടുത്താൽ മതിയാകും. എനിക്കിവിടെ സബ് നമ്പർ ഇല്ല, ഡോർ നമ്പർ മാത്രമേ ഉള്ളൂ. സബ് നമ്പർ ഇല്ല. അതുകൊണ്ട് താഴെയുള്ള ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ വരും. അടയ്ക്കേണ്ട തുക എത്രയാണെന്നും അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ സിലക്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്നൊരു മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള കോളം വരും. ഏത് മൊബൈൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഈ മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്താണ് നമുക്ക് റെസിപ്റ്റ് പിന്നീട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടുന്നത്. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്ത് മുന്നോട്ട് പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ എസ് കൊടുത്ത് തുടർന്ന് നോട്ടിഫിക്കേഷൻ വല്ലതും വരുവാണെങ്കിൽ അതിലൊക്കെ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ കാണാം. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പേ നൗ കൊടുത്താൽ മതി. ഞാനിവിടെ ആദ്യം കാണുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ തന്നെ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സെലക്ട് ആവും. അതിനുശേഷം താഴെ വന്ന് പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. തുടർന്ന് നമുക്കിവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI തുടങ്ങിയ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സൗകര്യപ്രദമായ UPI തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ UPI ആപ്പുകളുടെ ലിസ്റ്റ് അവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ GPay തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ റെക്കോർഡിംഗ് അനുവദിക്കുന്നില്ല. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നും ഇനി നമുക്ക് ആ വെബ് പേജ് താഴെ നിന്നും എടുത്തുകൊണ്ട് വന്നാൽ നമുക്കിവിടെ റെസിപ്റ്റ് ഡൗൺലോഡായി വരുന്നുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അങ്ങ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ നമ്പർ കൊടുത്ത് വന്നതുകൊണ്ട്. ഇതിനായിട്ട് ഞാൻ വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം പ്രോപ്പർട്ടി ടാക്സ് എടുത്ത് അതിനുശേഷം ക്വിക്ക് പേ എടുത്ത് അവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന് കാണാം. അതെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ആ മൊബൈൽ നമ്പർ അവിടെ കൊടുത്ത് ഗെറ്റ് OTP കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ തന്നെ താഴേക്ക് റോ ചെയ്ത് വരും. നമ്മൾ അവസാനം അടച്ചതായിരിക്കും ഏറ്റവും മുകളിൽ ആദ്യം കാണുന്നത്. അതല്ലാതെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ലോക്കൽ ബോഡി, വർഷം, അതേപോലെ തന്നെ സക്സസ്, ഫെയിലുവർ തുടങ്ങിയ കാറ്റഗറൈസ് ചെയ്ത് മന്ത് ഒക്കെ ആയിട്ട് മാസമൊക്കെ കൊടുത്ത് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലാതെ തന്നെ റോ ചെയ്ത് വരും. മുകളിൽ ആദ്യം കാണിക്കുന്നത് നമ്മൾ അവസാനം അടച്ചതായിരിക്കും. ഈ മൊബൈൽ ഉപയോഗിച്ച് എത്ര പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം റെസിപ്റ്റ് നമുക്കിവിടെ ലഭിക്കും. ഞാനിവിടെ ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് ആ റെസിപ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി ഈ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റിൽ വന്നതിന് ശേഷം പ്രോപ്പർട്ടി ടാക്സ് എടുത്ത് ക്വിക്ക് പേ പ്രോപ്പർട്ടി ടാക്സ്
ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി നമ്മൾ നേരത്തെ കണ്ടതുപോലെ അഡ്വാൻസ്ഡ് സെർച്ച് വഴി സെർച്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് നടത്താം. വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് റെസിപ്റ്റ് എടുത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTPയും കൊടുത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. K-Smartൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ വേണ്ടുന്നവർക്ക് ബിൽഡിംഗ് ലിങ്ക് ചെയ്ത് ആണ് എടുക്കേണ്ടുന്നത്. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.